എവിടെ പോ മുട്ടത്തല്ല അടിച്ചു അവിടെ മുട്ട അടിച്ചില്ലയോ പിന്നെ മുട്ട അടിക്കണോ അന്ന് നിതിന്റെ അടിക്കും ഞാൻ മുട്ട നമുക്ക് രണ്ടാൾക്ക് മുട്ട അടിക്കാം ഓക്കെ ഇക്കാക്കന്റെ മുട്ട അടിക്കണോ ഉമ്മിന്റെ മുട്ട അടിക്കണോ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ ഇന്നും ഡോക്ടറില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നടക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കാട് കൊത്താൻ മെഷീനൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം, അതിൻ്റെ പരിപാടിയൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അഫീനെ ക്ലാസ്സിലൊക്കെ വിട്ടതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷിനോ വരുന്നത്, നമ്മുടെ അക്സം ബസ്സിൻ്റെ സാരഥി. അപ്പം ആളുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ പുള്ളി ഒരു ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ ഇപ്പം റൂമിലാണുള്ളത്, ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഷീനോയുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. ഇന്നിപ്പോൾ എന്ത് കറി വെക്കുമെന്നൊക്കെ രാവിലെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു എന്തായാലും പരിപ്പേറി വെക്കും, പിന്നെ ഉണക്കമീനും പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പരിപ്പേറി കൂട്ടാതെ കുറച്ചായി, അപ്പോൾ പിന്നെ പരിപ്പേറി വെക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് തീരുമാനമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഷീനോ ചിക്കനൊക്കെ ആയിട്ട് വരുന്നത്. വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പുള്ളിയുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. പിന്നെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇക്കയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ചിക്കൻ കറി വെക്കാൻ തീരുമാനമായി. പിന്നെ ഇതിപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ചൂടാക്കി പഠിച്ചതാണ്. പിന്നെ അവരൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഞാനൊന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ണാൻ സമയമാകുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് വെന്ത് സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ കറി എന്തായാലും ഉണ്ട്, പക്ഷേ ചിക്കൻ കറി മാത്രമായാലും ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പം എന്ത് കറി വയ്ക്കും, വേറെ എന്ത് തോരൻ വയ്ക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കുറച്ച് സമയം. പിന്നെ ഇവിടെ പച്ചക്കറി ആയിട്ട് ഒന്നും ഇരിക്കണില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉണക്കപ്പയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകി വാരി അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ച് ഒരു 2-3 വിസിൽ അത് മതി. അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് മുളക് ഇടിച്ചിട്ട് താളിക്കാന്ന് കേട്ടോ ഓർത്തത്. അപ്പം ഈ മുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ ഒരു 2-3-4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മറ്റേ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഇടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പം ഈ മുളക് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇടിക്കാൻ കുറച്ച് പാടായിരുന്നു. എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ വെന്ത് കിട്ടി. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കാട് വെട്ടുന്ന കാര്യം. ഇത് സുഖു പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നമ്മുടെ പുറകുവശത്തെ കാടാണ് വെട്ടുന്നത്. തണുത്തോളം ചൂടുവെള്ളം തരട്ടെ അമ്മേ? തണുത്തോളം കുടിക്കാൻ പറ്റില്ല. നിധിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് തണുത്തവെള്ളമൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞാലും ആൾ കുടിക്കില്ല, അവൾക്ക് തണുത്ത വെള്ളം തന്നെ വേണമെന്നാണ് പറയുന്നത്. അതായത് പച്ചവെള്ളം ആയാലും മതി കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം വേണമെന്നില്ല, പക്ഷെ ചൂടുവെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മുടെ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചീനിച്ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ ആ നേരത്തെ ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകും ഉണ്ടല്ലോ അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ച പയറും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് വറ്റുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്കപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ആരൊക്കെ കൊണ്ടുവന്നേ? ആ പാമ്പൊന്നുമില്ല.
അവിടെ നീ ചുമ്മാ പറയുന്നേ. ഇല്ലെന്ന്. വെള്ളച്ചാട്ടത്തിൽ ആരൊക്കെയാ പോന്നെ? നീന്താൻ അറിയോ കൊച്ചിന്? പിന്നെ എങ്ങനെ വെള്ളച്ചാട്ടത്തിൽ പോകും? എങ്ങനെ നീന്താൻ അറിയാതെ എങ്ങനെ പോകും നമ്മള്? നീന്താൻ അറിയില്ലല്ലോ. വണ്ടിയില് പോവാ. എവിടെ പോവാ? മുടത്തല്ല അടിച്ചു. അവിടെ മുട്ടടിച്ചില്ലയോ? അവിടെ മുട്ട അടിക്കണോ? അന്ന് നിതിന്റെ അടിക്കും ഞാൻ മുട്ട. നമുക്ക് രണ്ടാക്കും മുട്ട അടിക്കാം. ഓക്കെ. ഇക്കാക്കന്റെ മുട്ട അടിക്കണോ? ഉമ്മിന്റെ മുട്ട അടിക്കണോ? ഉമ്മിനെ മറ്റേ പാട്ടിന്റെ അക്ഷം കാണിച്ച അർജന്റീന 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 അത് കാണിച്ചേ. വീഡിയോ കാണിക്കൂലോ. മെസ്സി 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 കാണിച്ചേ. ഡാൻസ് കാണിച്ച സ്റ്റെപ്പ് കാണിച്ച എങ്ങനെയാണ്? കൊച്ചിന് 2-3 സ്റ്റെപ്പ് വന്നില്ലായിരുന്നു പാപ്പി? അത് കാണിച്ചേ. ഇങ്ങനെയൊക്കെ പിടിച്ചൊരു സ്റ്റെപ്പ് കാണിച്ചില്ല. അത് കാണിച്ച എങ്ങനെയാന്ന്? ഇങ്ങനെ ഒരു സാധനമില്ലേ? കാണിക്കടേ. കാണിക്കൂ ഞാൻ. കൊച്ചിന്റെ പേരെന്നാ? കൊച്ചിന്റെ പേരെന്നാ? ധനീനായാത്തോ? നിധി ആരാ? നിധി നിധി ആരാപ്പോ? നിധി ആരാപ്പോ? നിധി ആരാപ്പോ? ഇവിടെ 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 ഇവിടെ. ആ നിധി ആരാ? ഇത് ആരുടെ ഡ്രസ്സാ ഇട്ടേക്കണേ? ഇത് ആരുള്ളത്? ഇക്കാക്കാരാണോ? ഇക്കാക്ക വരുമ്പോ ഊരി വെക്കണം കേട്ടോ, അല്ല വഴക്കുറയും. ഓക്കെ അല്ലേ? എന്നാ നമുക്ക് ശാരീ ചേച്ചിയുടെ അവിടെ പോയിട്ട് വാപ്പിക്കല്ലേ ഉമ്മ? വാപ്പിയുടെ കൂടെ അല്ല പിന്നെ വാപ്പിക്ക്. എടാ മഴയാണെങ്കിൽ കേറി വാട്ടോ. പരിപാടി സ്പെഷ്യൽ സോഡ സർബത്ത്, പച്ചമുളക്, ഇഞ്ചി. എല്ലാവർക്കും ക്ഷീണം, പിള്ളേർക്ക് അത്യുത്തമാണിത്. സംഭവം പൊളി കേട്ടോ. ഇഞ്ചി ഇടുന്നത് കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ്, പക്ഷെ ആ സാധനം കടിക്കാൻ കിട്ടും, അതെനിക്ക് ഇഷ്ടമില്ല. അതിനിടയ്ക്ക് വേറെ കുറച്ച് പരിപാടിയിലേക്ക് പോയിട്ട് റൂമൊക്കെ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. ഞാൻ പിന്നെ അഫീനെയൊക്കെ വിട്ടിട്ടാണ് അതൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ. ഇന്നിപ്പം വേറെയും പണികളുള്ളത് കൊണ്ട് അതിലേക്ക് അങ്ങ് പോയില്ല. ലാസ്റ്റ് എല്ലാം ഒന്ന് അടിച്ചു വരുമ്പോഴേക്കും ക്ലീൻ ചെയ്തിടാന്ന് ഓർത്ത്. പിന്നെ സമയം, അതായത് ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നിധിക്കുട്ടിയുടെ ഓരോ സംസാരമൊക്കെ കേട്ടോണ്ട് അവിടെ ഇരുന്നു. പിന്നെ അതേ ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഓരോന്നായിട്ട് നമ്മുടെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തു. ആദ്യം മുളകൊന്ന് ചൂടാക്കി എടുത്തു, പിന്നെ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. കരിഞ്ഞു പോകാതെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇക്ക കൊണ്ടുവന്ന് സോഡ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്നതാണ്. പിന്നെ എനിക്ക് അടുക്കളപ്പണിയിൽ ഒട്ടും ഇഷ്ടമല്ലാത്തതും എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഈ തേങ്ങ ചിരവാന്നുള്ളത്. ഞാൻ തേങ്ങ ചിരവാന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര താമസമാണ് കേട്ടോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടാണ് അത് ചെയ്യിക്കുക. കാരണം എനിക്ക് ഭയങ്കര മടുപ്പ് പിടിക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് കൈയൊക്കെ പെട്ടെന്ന് വേദന എടുക്കും ഈ തേങ്ങ ചിരവുമ്പോൾ, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയുള്ളിയും വറ്റൽമുളകും ഇഞ്ചിയും പിന്നെ അതിലേക്ക് കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിൻ്റെ അകത്തേക്ക് നമ്മളിത് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണക്കപ്പയറും അതുപോലെ തന്നെ ചമ്മന്തിയും ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ കറി വെച്ചാൽ മതി കേട്ടോ. സുഖം അപ്പോഴേക്കും കുറേ പുല്ലൊക്കെ വെട്ടിയിട്ട് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി തരുവാണ്. അതിൻ്റെ കൂടെ ഞാൻ 2-3 സവോളയും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടെ പൊളിച്ച് തരാൻ പറഞ്ഞ്. അപ്പം അതൊന്ന് ലെവലാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ പരിപാടി തുടങ്ങാമായിരുന്നു. പിന്നെ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു നീ ചിക്കൻ കഴുകാൻ നിൽക്കേണ്ട, ഞാൻ കഴുകിക്കോളാന്ന്. കാരണം എനിക്ക് ആ സ്മെല്ല് തീരെ പറ്റൂല. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ അതൊന്ന് ഏകദേശം ലെവലായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിക്കനും കൂടി ഒന്ന് കഴുകി തന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനും അതുപോലെ ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അടുക്കളയുടെ അവസ്ഥ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ സവോളയൊക്കെ അരിഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും ഇവിടെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇനിയിപ്പം ചിക്കൻ കറി വെച്ചിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. എനിക്കിത് തന്നെ പണി. അപ്പോൾ ഇതേ ചിക്കനൊക്കെ ഇക്ക കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ട്. സവോളയും ഇതൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ആദ്യം ചൂടാക്കി ഇതിലേക്ക് ഇടാൻ, പിന്നെ സവോളയൊക്കെ അരിയാൻ തുടങ്ങാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കുന്നുണ്ട് ആ ചിക്കനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇക്കാപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ടോളാം ഞാൻ പറഞ്ഞു, ഒന്ന് ചതച്ച് തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ലീൻ ചെയ്തു എന്ന്. അപ്പം ഇക്ക എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, നിനക്ക് പ്രാന്ത, കാരണം സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരു അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പണികളെല്ലാം ചെയ്തതിന് ശേഷം ഒറ്റ ക്ലീനാക്കും, ഒരുമിച്ച് പാത്രം കഴുകും. ഇത് കൂടെ ഇങ്ങനെ പാത്രം കഴുകാനും അതുപോലെ തന്നെ ക്ലീനാക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പണി തീരാനാന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയുന്നതാണ്. പക്ഷേ എനിക്കെന്തോ അത് ഓരോരുത്തരുടെ തൃപ്തിയാണല്ലോ. എനിക്കാണെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ എങ്കിലും ഒന്ന് തുടച്ചിടാതെ ഒരു സമാധാനം ഇല്ല കേട്ടോ. അതങ്ങനെയായി പോയി. ഇത് ചെറിയൊരു OCD പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയാണ്, അതങ്ങ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പണിയെടുത്താലും കുറച്ചധികം സമയം പിടിക്കും. പക്ഷെ സാരമില്ല, നമ്മുടെ തൃപ്തിയാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോളയും അതുപോലെ പച്ചമുളകും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്കുള്ള ബാക്കി മസാലപ്പൊടികളും എല്ലാം കൂടി ഒന്ന് ചേർത്ത് വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവോളയും അതുപോലെ പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ചിക്കനുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കുവാണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തു, പിന്നെ വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയൊക്കെ ഒന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ പപ്പടം ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം വറുത്തെടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചങ്ങായിമാരെല്ലാം വന്നിട്ടുണ്ട്, ഇനി കുറച്ച് ആൾക്കാർ വരാനും ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ സുകൂട്ടന് പണി ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. എല്ലാരും ഉമ്മർത്തുണ്ട് ഇന്ന്. സുകൂട്ടൻ ഇന്നലെ വന്നേ കേട്ടോ. നമുക്ക് ഇച്ചിരി കാട് കൊത്താണ്ടായിരുന്നു, പുറകുവശത്ത് ഇച്ചിരി കാടും കാര്യങ്ങളെല്ലാം കൊത്താനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുകൂട്ടൻ ഇന്നലെ വന്നു. സുകൂട്ടൻ ഇന്നലെ വന്ന് പോയില്ല. അമ്മ ജോലിക്ക് പോകുന്നോണ്ട് സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടാ ഭാര്യ, കാണുന്ന പോലെ ഒന്നല്ല. പിന്നെ ഹുസൈൻ ഇന്ന് ലീവാടാ, വൈകുന്നേരം പോകണ്ടല്ലേ? അതല്ലേ. പിന്നെ നിധിക്കുട്ടി അവരെല്ലാം നടുക്ക് കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഷിനോന്റെ നമ്മുടെ ബർത്ത്ഡേ പോയി ഇതായിട്ടിരിക്കുന്നു. ഷിനോ രാവിലെ ചിക്കനൊക്കെ വാങ്ങിച്ച് ഫുള്ള് കുട്ടികൾക്ക് മുട്ടായെല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്നത്. വണ്ടി ഷിനോന്റെ വണ്ടിയാണിത്. പിന്നെ വന്നു. അപ്പൊ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് രാവിലെ വിളിക്കുമ്പോൾ ഡോക്ടറില്ല. അപ്പൊ പിന്നെ സുഖം പറഞ്ഞു എന്നാ പിന്നെ കാട് കൊത്തിയേക്കാന്ന്. മൊത്തം കാടൊക്കെ കൊത്തി വൃത്തിയായി കിട്ടതാ, കണ്ടോ? മൊത്തം പുറവശമൊക്കെ നല്ല വൃത്തിയാക്കി. അപ്പൊ ഇന്ന് ഷിനോന്റെ ഡേയാ. ഇന്ന് ഞങ്ങളുടെ അടിച്ചു പൊളിക്കാം. ഇന്ന് ഫുള്ള് ഷിനോന്റെ കൂടെയാ. ഷിനോനെ മുടി ഇന്ന് ബർത്ത്ഡേ, ഇനി ബർത്ത്ഡേ പേടിക്കണം. ആ സൈസ് പരിപാടി ഇന്ന് എടുക്കാൻ പോകുന്നു. സുകൂട്ടന്റെ തോളത്തുള്ളത് ബാഗൊന്നും അല്ല കേട്ടാ, ഇത് മിഷ്യന്റെ സെറ്റപ്പാണ്. നല്ല വൃത്തിയായി എല്ലാ സ്ഥലവും. കാട് കൊത്താൻ അതുപോലെ കൽപ്പണി, എന്തെല്ലാം പണി, സകലകല വല്ലവൻ. ഞാൻ കണ്ടക്ടർ പണി, പിന്നെ കാട് കൊത്തും, വാർക്കപ്പണിക്ക് പോകും, ടൈല് മാസ്റ്റർ പീസാണ്, ടൈലിന്റെ പണിക്കും എല്ലാം കൂടെ ചേർന്ന് ഇവന് ഞാൻ വിടില്ല. എന്റെ കൂടെ അല്ലാതെ വേറൊരു സ്ഥലത്ത് എനിക്ക് എപ്പോ എന്ത് ആവശ്യം വരുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ നിർത്തി. ഇവനെ പണിക്ക് കൂട്ടിട്ടാണെങ്കിൽ എനിക്ക് ജീവിക്കണം. പിന്നെ അമ്മ ഒന്ന് PSC ഇന്ന് എന്താ ഇന്ന് PSC ഒന്നുണ്ട്. പക്ഷെ കുറെ ലിസ്റ്റിലുണ്ട് കുട്ടി. അപ്പോൾ ഇന്നൊരു PSC കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും, വീട്ടിലേക്ക് തന്നെ വരും. അപ്പൊ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം ഇന്ന് ഞങ്ങൾക്ക് മൊത്തം ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസം.
ഇന്ന് ഷിനോന്റെ ഷിനോയ്ക്ക് എന്തെങ്കിലും പറയണ്ട ഷിനോ? അതാണ് ഫുള്ള് കാൽക്കുലേഷൻ അതിലാണ്. ചെലവ് എത്ര വരുന്നുള്ള കാൽക്കുലേഷൻ ലാസ്റ്റ് ഇങ്ങനെ പേടിയായി. രാവിലെ കാലക്കേടിന് 250 ചിക്കനും മേടിച്ചു. ചിക്കൻ നല്ല വിലയുണ്ട്, 300-400 ചിക്കനും മേടിച്ചു. ആശാൻ വരികയും ചെയ്തു. ഇതിപ്പോ കുടുങ്ങിപ്പോയി. ഞങ്ങളുടെ മുമ്പിലാണ് പെട്ടത്. ഞാൻ പറഞ്ഞ അവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ ഈ ചെക്കനെ കൊണ്ടാക്കിയിട്ട് വരാറ്. അഫീനെ കൊണ്ടാക്കാണ്ടായിരുന്നു സ്കൂളിലേക്ക്. കൊണ്ടാക്കിയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കുക, എപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഇച്ചിരി മാങ്ങയൊക്കെ നല്ല സുഖം വരുമ്പോൾ ഇച്ചിരി മാങ്ങയൊക്കെ മേടിച്ചു വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ മുറിച്ചു കൊടുത്ത് ചുമ്മാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പിടിച്ചിരുത്തണമല്ലോ, വിടാതെ പിടിച്ചിരുത്തണമല്ലോ. ഇന്ന് പുള്ളി ഇവനെ കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എന്തായാലും ഇപ്പം മിഥുനും എല്ലാവരും വരുന്നുണ്ടല്ലോടാ. അപ്പോൾ ഇന്ന് ഈ ഫുള്ള് വീഡിയോ കാണട്ടോ, ഭയങ്കര രസമായിരിക്കും. ഇന്നത്തെ പരിപാടി മരണ രസമായിരിക്കും. നമ്മളിത് ചോറിനാൻ വേണ്ടിട്ട് പോവാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നിധി ഉണ്ടാക്കിയേ? അവരോട് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കിയ? ഇതെന്താ പറഞ്ഞേ? ഇതെന്താ? ചിക്കൻ. ആ, ഇതെന്തുവാ? പയർ, ചമ്മന്തി, കഞ്ഞിയല്ല, ചോറ്, അച്ചാറ്. പിന്നെന്താ ഉള്ളത്? സാമ്പാറ്, കറി, ക്ലാസ്. സാമ്പാറൊക്കെ ഉണ്ടെന്ന് പറയണോ മറ്റോ? ഇതിൽ എവിടെയാണ് സാമ്പാറുണ്ട്? അതിനെവിടെയോ ഇരുത്തിക്കോ, ഇല്ലെങ്കിൽ അത് പണി തരും. അതെ, അല്ല അങ്ങനല്ല, അത് നിങ്ങൾക്ക് ആദ്യം ക്ലിയർ ആക്കി തന്നിട്ട് ഞങ്ങൾ കഴിച്ചോണ്ട് സമാധാനം. അമ്പലത്തിൽ പോയില്ലേ പിറന്നാളായിട്ട്? ആ, രാവിലെ പോയതാ. ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞാണ്. ഉപ്പുണ്ട് എനിക്ക് വായിക്ക് തിരിയായിട്ട്. കൊള്ളാവോ എല്ലാം? എല്ലാം മിക്സ് ആയി, എല്ലാ കറിയും മിക്സ് ആയി. അങ്ങനെ ചോറൂണൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഇത്രയും നേരം വീട്ടിൽ ഇരുന്നല്ലോ, ഇനി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോയിട്ടോ. കൂടെ നിധിക്കുട്ടീനെ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റി. ഞാനൊന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും അഫി വന്നു കേട്ടോ. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ ട്യൂഷന് വിടാനുള്ള തിരക്കൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് നമ്മുടെ അമ്മും അതുപോലെ മോളും വന്നിട്ടുണ്ടായിരുന്നു. അമ്മുവിനൊന്നൊരു PSC എക്സാം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞവളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ണിയപ്പം അതുപോലെ തന്നെ വേറെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പം എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബന്ധടുക്കയ്ക്ക് പോവാട്ടോ. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ ഷിനോയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ തൊട്ട് മുകളിൽ തന്നെയാണ് അഫി ട്യൂഷന് പോകുന്നത്. അപ്പോൾ അവനെ അവിടെ നിന്ന് കൂട്ടി പിന്നെ ഷിനോയ്ക്ക് ഗിഫ്റ്റായിട്ട് 2 ഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പിൽ കയറി നമ്മൾ 2 ഷർട്ടൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ കേക്കും കൂടെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബന്ധടുക്കേക്ക് പോവാണ്. അവിടെ പമ്പിൽ വെച്ചിട്ടാണ് കേക്ക് മുറി എന്നാണ് പറഞ്ഞത്. ഇവരുടെ ഏകദേശം എല്ലാവരുടെ ബർത്ത്ഡേക്കും അവിടെ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് മുറി സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഇതും അവിടെ വെച്ച് തന്നെ ആവട്ടെ. പിന്നെ നമ്മുടെ വിച്ചും നിഷാന്തേട്ടനും ഒക്കെ അവിടെ എത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ബന്ധടുക്കയ്ക്ക് പോവാണ് കേട്ടോ.
രണ്ട് പിള്ളേ, രണ്ടെണ്ണത്തിന് ചെരുപ്പില്ലല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday to you. ഷീനോന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്. ഷീനോ കത്തിയാലും മറ്റേ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഷീനോ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അജിമലിന് കൊടുക്ക്, ബോസിന് കൊടുക്ക്, മലയാളി. അപ്പയോ പഠിച്ചോ പഠിച്ചോ. അക്ഷത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കൊടു കുഞ്ഞു കൊടു. ഞങ്ങൾ മുറിച്ചു തരാം. അപ്പൊ ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുപാട് ബർത്ത്ഡേകള് കൊണ്ടുപോകാൻ നമ്മുടെ ചങ്ക് ബ്രോയ്ക്ക് സൗഭാഗ്യം കിട്ടട്ടെ. താങ്ക് യു. ഓക്കെ, രണ്ടാമത്തെ ഞാൻ പറയാം. നമ്മളെ വണ്ടി കിട്ടിയടാ. 45ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷീനോക്ക് ഞാൻ നേരുന്നു. മധ്യവയസ്ക വൃദ്ധൻ വൃദ്ധന് പിന്നെ കിട്ടാതെ വോയിസ് അവന്റെ വൈശാഖ പറഞ്ഞ് വെറുതെ പറഞ്ഞത് കൊടുക്ക പ്രശ്നമില്ല, കൈ കൊണ്ടല്ലോ കൊടുക്കുന്നത്. ഞാൻ വേഗം മൈക്ക് മനസ്സിലാക്കല്ലേ. വൈശാഖണ്ട വൈശാഖ് പൊയ്ക്കോനെ. എടാ ഓളും പിള്ളേർ ഒറ്റക്കല്ലല്ലോ, പൊയ്ക്കോ നീ. എടാ ഓളും പിള്ളേർ ഒറ്റക്കല്ലേ, പൊയ്ക്കോ നീ. നീ നിക്കണ്ടാ, ഇത് ഓപ്പാക്കിക്കോ മതി. നീ പറയുന്നത് 45ാമത്തെ ഒന്നും കൂടി വിളിക്കും. ആർക്കില്ല, ആർക്ക് കിട്ടാനില്ല. ഇവർക്ക് മുറിച്ചോ. ഞാൻ ഉമ്മ കൊടുക്കുന്ന എടുത്തിട്ടില്ലല്ലോ. അപ്പൊ എത്ര വയസ്സ്? ഫോട്ടോ കൂടെ ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പോവാം. 45ാമത്തെ ഈ പിറന്നാൾ ആഘോഷിക്കുന്ന സിനിമയ്ക്ക് എന്റെയും ടീം അക്ഷത്തിന്റെ പേരിൽ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. ലവ് യു.
അങ്ങനെ ബർത്ത്ഡേ ആഘോഷം, കേക്ക് കട്ടിങ്ങും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷവായാണ് കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്ത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ ഫുള്ള് മഴയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.